ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ കാരേറ്റ് ഏരിയയിലുണ്ട് കേട്ടോ. കാരേറ്റ് നമ്മൾ അമ്പലമുക്ക് ഏരിയയിലുണ്ട്. അപ്പോൾ നമ്മൾ പുളുമാത്ത് അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പുളുമാത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കണം. അപ്പോൾ നമ്മൾ ആ ഉത്സവം കാണാൻ പോകണം. അപ്പോൾ ഉത്സവ കാഴ്ചയിലേക്ക് നമുക്ക് പോകാമേ. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ പുളുമാത്ത് എത്തി. നമ്മുടെ പഴയ വീഡിയോസ് കണ്ടുവരുന്നത് നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം പുളുമാത്ത് നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന്. നമ്മുടെ കഴിഞ്ഞ വർഷ വീഡിയോയിൽ ഇവിടുത്തെ 10 ദിവസത്തെ ഉത്സവവും ഇവിടുത്തെ ലൈറ്റ് 10 ദിവസം അവിടെ നടന്ന പ്രോഗ്രാമും ഒക്കെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കാരറ്റ് ദേവസ്വം ബോർഡ് നമ്മുടെ ദേവീക്ഷേത്രം കാരറ്റ് ദേവീക്ഷേത്രം ആ ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേ നടന്നു പോകുമ്പോഴത്തേക്ക് ഇട്ടേക്കുന്ന ലൈറ്റാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. പിന്നെ ലൈറ്റുടെ സത്യം നമ്മുടെ പൊതുവേ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് വളരെ കുറവാണല്ലേ. കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ലൈറ്റ് ഈ പ്രാവശ്യം കുറവാണ്. പക്ഷേ ഈ പ്രാവശ്യം കുറവാണെന്ന് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കരുത് ലൈറ്റ് നമുക്ക് ഭംഗി ഇല്ല എന്നല്ല. അതെ, പൊതുവേ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പ്രാവശ്യം കുറവുള്ളതുപോലെ തോന്നി. ഇന്നേ ദിവസം ഇവിടെ എഴുന്നള്ളത്ത് നമ്മുടെ ദേവിയെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ദിവസവും കൂടെയാണ് കേട്ടോ. ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നമ്മുടെ 2025 നമ്മുടെ ഉത്സവം മഹാമഹത്തിന്റെ ലാസ്റ്റ് ഡേ ആണ്. ഇത് നമ്മുടെ കുളത്തിന്റെ അകത്ത് ചെയ്തിരിക്കുന്ന ലൈറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. എല്ലാ കൊല്ലവും ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ലൈറ്റ് കഴിഞ്ഞ വർഷം മിന്നിയാണെന്നല്ലേ, ഈ പ്രാവശ്യം അത് മാറ്റം ഇത് എല്ലാ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നതാണ്. ഈ ആർച്ച് ഇതുപോലെ തന്നെ കഴിഞ്ഞ വേറെ ഒരു ടൈപ്പ് കളറായിരുന്നു. ഈ പ്രാവശ്യം കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അതെ, ഫോട്ടോ എടുക്കാൻ എല്ലാത്തിനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ഇത് അമ്പലത്തിലോട്ട് അടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളിതാ ഇത് കണ്ടോ, ഇവിടെ ഇത് കുളത്തിന് ചുറ്റാകാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഇതിലെയാണ് ദേവി എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. നമ്മുടെ താലപ്പൊലിയും വിളക്കും എന്തിയ ബാലികമാര്, അവരുടെ അമ്മമാർ, അവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല ഭംഗിയിൽ നമ്മുടെ ദേവിക്ക് അകമ്പടിയായിട്ട് അവർ വരും. അതിൻ്റെ കൂട്ടത്തിൽ ആനയുണ്ട്, ചെണ്ടമേളം, അങ്ങനെ നാദസ്വരം, അങ്ങനെയുള്ളത് എല്ലാം കൂടെ ആയിട്ടാണ് വരുന്നത്. പരമ്പരാഗത രീതിയിലുള്ള എഴുന്നള്ളത്ത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എഴുന്നള്ളത്ത് ദേവിക എഴുന്നള്ളത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര രീതിയിലുള്ള ഒരു വമ്പൻ ഘോഷയാത്രയൊന്നുമില്ല കേട്ടോ. ഇവിടെ സാധാ രീതിയിലുള്ള ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ അറിവ് സംബന്ധിച്ചിടത്തോളം, നമ്മൾ സാധാരണ ഇത്രയും പേര് കേട്ട ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒതുക്കുന്നു എന്ന് പറയുന്നത് അതിനൊരു പാരമ്പര്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും അവർ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സാധാരണ ഇപ്പോൾ ഓരോ അമ്പലങ്ങളും ഇങ്ങനെ ഉയർന്നു വരുമ്പോഴത്തേക്ക് അവർ അതിൻ്റെതായ രീതിയിൽ ഹൈ ആക്കി കൊണ്ടുവരുമല്ലേ. ഉത്സവ ഘോഷയാത്ര എന്ന് പറയുമ്പോൾ വേറെ ലെവലാക്കി കൊണ്ടുവരും. ഓരോ നാടിനും അവരുടേതായ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ഉണ്ടല്ലോ. അതെ, അതുകൊണ്ടാണ് ഇത് പുളുമാത്ത് അശ്വതി മഹോത്സവത്തിന് 10ാം ദിവസമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കേട്ടോ. അതെ, 10ാം ദിവസത്തെ ഇവിടുത്തെ തിരക്ക് ഞാൻ ഈ വീഡിയോസ് തന്നെ നമ്മൾ ഓരോരുത്തരെ കാണിച്ചപ്പോഴത്തേ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവം ഈ അമ്പലത്തിലൊക്കെ ഇത്രയും തിരക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കണ്ട നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അത് നമ്മുടെ സരികയുടെ ഒരു ആർട്ടിസ്റ്റാണ്. കഴിഞ്ഞ കൊല്ലം ഹാസ്യകലയിലൊക്കെ ഉണ്ടായിരുന്നതാണെന്ന് പറഞ്ഞാൽ ഒരു കോമഡി ആർട്ടിസ്റ്റും കൂടെയാണ് കേട്ടോ. അദ്ദേഹം പിന്നെ നമ്മുടെ സരികയുടെ നാടാണ്, തിരുവനന്തപുരം സരികയുടെ നാടാണെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യം ഇവിടെ ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ജോസ്കോ ഒരു ആർട്ടിസ്റ്റുകളൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മളെ കണ്ടപ്പോഴത്തേക്ക് വന്ന് ചിരിച്ച് കയ്യൊക്കെ തന്നിട്ടാണ് പോയത് കേട്ടോ. അവർക്കെല്ലാം ഏകദേശമുള്ളവർക്കൊക്കെ നമ്മൾ ഈ സരികയുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റേതായ ഒരു വില നമുക്കും ഉണ്ടല്ലേ. അവർ വരുമ്പോഴത്തേക്ക് എവിടെ നമ്മൾ വന്നപ്പോൾ നമ്മുടെ പഴയ ആൾക്കാരെയും നാട്ടുകാരെയൊക്കെ കാണാൻ. അതെ, ഒരുപാട്. പക്ഷെ നമ്മളവരെ ആരെയും വീഡിയോ നമ്മളങ്ങനെ എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ഒരുപാട് പേരെ കണ്ടായിരുന്നു. ഭയങ്കര അതെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാർക്ക് ഉണ്ടോ നോക്കാൻ പോയി. കഴിഞ്ഞ കൊല്ലം പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൊല്ലം പാർക്കില്ല. പകരം നമ്മുടെ തുള്ളിച്ചാടുന്ന ടൈപ്പ് ഒരു ബലൂണ്, പന്തും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് അവിടെ ഇരുന്നത് കേട്ടോ. അത് ആ ഒരു റൈഡിന് 40 രൂപയാണ് ഈ ഒരു റൈഡിന്. നമ്മുടെ സാധാരണ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്ത് വക പാർക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ കുട്ടികൾക്കായിട്ട് വെച്ചിരിക്കുന്ന ഫ്രീ ആയിട്ട്
കളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പാർക്കാണ് കേട്ടോ. നമ്മുടെ ആനാട് പാർക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ അത് ഫ്രീ ആണ്. അപ്പം അങ്ങനെ ഒരു ഐറ്റമാണ് ഇവിടെ 40 രൂപയ്ക്ക് അവർ ചെയ്യുന്നത്. എന്തായാലും പോട്ടെ, അവർ എന്ന് പറഞ്ഞാൽ ഉത്സവം പ്രമാണിച്ച് അതെങ്കിലും ഉണ്ടല്ലോ അവിടെ, മറ്റേ പാർക്കൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് എന്താ സാധാരണ കഴിഞ്ഞ 2 എണ്ണം ഉണ്ടായിരുന്നു. അതെ. പിന്നെ ഇത് സേഫ്റ്റി ഉണ്ട് കേട്ടോ. നമ്മളെ സാധാരണ പൊതുവേ ഉള്ളത് വെച്ച് നോക്കുന്നതൊക്കെ അതിനെ കണക്കല്ല, അതിനകത്ത് കൂടെ സേഫ്റ്റി ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വ്യായാമം ചെയ്യാൻ വേണ്ടി സത്യം തന്നെ വ്യായാമം തന്നെയാണിത്. ഒരു ചാട്ടവും ഓട്ടവും ഒക്കെ തന്നെ വ്യായാമം. അപ്പം നമ്മൾ അങ്ങനെ ആ ഗ്രൗണ്ടിനകത്ത് ഞാൻ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ കുറേ രൂപങ്ങൾ കാണാനിടയായി. ഇത് കണ്ടു. ഇത് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു ഗ്രൗണ്ടിനകത്ത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ പാർക്ക് കഴിഞ്ഞതിന് പാർക്ക് ഉണ്ടായിരുന്ന ഗ്രൗണ്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ, ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത് നിന്ന് എടുക്കുമ്പോഴാണ് ഇത്രയും നല്ല അടിപൊളി ഭംഗിയായിട്ട് കിട്ടുന്നത്. നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഇത്ര ഒരു ഭംഗി നമുക്ക് കിട്ടത്തില്ല. പക്ഷെ അടുത്ത് നിന്ന് എടുക്കണോണ്ടാണ് ഇത് ഈ ഒരു ഭംഗി കിട്ടുന്നത്. ഇത് എല്ലാം ഞാൻ പ്രത്യേകം ചലിക്കുന്ന രൂപം. അത് കഴിഞ്ഞിട്ട് ഇതാ അമ്പലത്തിന്റെ ഏരിയ ആണ് കേട്ടോ. ഈ സമയം കൊണ്ട് ഇവിടെ ഫുള്ള് നിറഞ്ഞ അവിടെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ പാർക്കിന്റെ ഏരിയയിലായിട്ട് ഉണ്ടായിരുന്ന പാചകമാണിത്. ചെറിയ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, കടി ഐറ്റംസും അങ്ങനെയൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ഏരിയ ഏതാണ് ഉത്സവ ഏരിയയിലോട്ട് പോകണമല്ലോ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ കപ്പലണ്ടിയും അങ്ങനെയൊക്കെ ഉള്ളത് വിട്ടിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഇവിടെ എഴുന്നള്ളത്ത് എത്താറായി കേട്ടോ. നമ്മുടെ ദേവിയെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്ത് എത്താറായി. അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇവിടെ പ്രാധാന്യം ഉള്ളതിൻ്റെ ഇതിലാണ് ഇത്രയും ജനത്തിരക്ക് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നത് കേട്ടോ. ഞാൻ അവിടെ ഇപ്പം തന്നെ നമ്മുടെ ചെണ്ടമേളം അങ്ങനെയൊക്കെ ഉള്ളതും പിന്നെ വിളക്കും അതൊക്കെ ആയിട്ടൊക്കെ അതിൻ്റെ ആൾക്കാർ എത്തുന്നുണ്ട്, എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ തത്സമയം ഇവിടെ ഒരു ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ ക്യാമറാമാൻ അവിടെ നിൽപ്പുണ്ട്. അവരെടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് പോയി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇത്തിരി ബാക്കിൽ വലിഞ്ഞു നിന്ന് എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു ശല്യം ആകണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്തിരി മാറിയിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അങ്ങ് ദൂരെ ഭാഗത്തായിട്ട് ഈ വിളക്ക് കത്തുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ നടന്നു വരുന്നതാണ്. ഇത് നമ്മുടെ ദീപക്കാഴ്ച നമ്മുടെ കാർത്തികയ്ക്കൊക്കെ അത് വിളക്ക് എത്തിച്ച് വയ്ക്കില്ല, അതുപോലെയായിരുന്നു. അങ്ങ് നിറഞ്ഞ് നിൽക്കുകയായിരുന്നു വിളക്ക്. ഇങ്ങനെ കുഞ്ഞു മക്കൾ താലപ്പൊലിയും വിളക്കുമായിട്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞ നല്ല അടിപൊളിയായിട്ടും. എഴുന്നള്ളത്ത് വന്ന് ഈ ബാലികമാരെ അമ്പലത്തിൽ കയറി തട്ടിയ ശേഷമേ പിന്നെ പുരുഷന്മാരെ എല്ലാരും അടിച്ച് പുറത്താക്കി, എല്ലാ പുരുഷഭക്തന്മാരെ അടിച്ച് പുറത്താക്കി. എന്നിട്ട് അവര് പറഞ്ഞു എഴുന്നള്ളത്ത് കഴിഞ്ഞ് എല്ലാം ഇവിടുത്തെ എല്ലാ ചടങ്ങും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി പുരുഷന്മാർക്ക് പുരുഷ ഭക്തജനങ്ങൾക്ക് അമ്പല ഗ്രൗണ്ടിനകത്ത് അല്ലെ അമ്പലത്തിനകത്ത് കോമ്പൗണ്ടിനകത്ത് പ്രവേശനമുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും പുറത്താണ്. ഇനി സ്ത്രീകൾക്ക് മാത്രമേ അതിനകത്ത് പ്രവേശനമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കാണാനിടയായി, രേവതി. രേവതിയുടെ മോളും കൂടെ പോകുന്നുണ്ടായിരുന്നു. നേരെ ഇത് കഴിഞ്ഞ് നമ്മളിതാ നോക്കി. ഇത് ഒരുപാട് നമ്മൾ അങ്ങ് അറ്റത്ത് നോക്കുന്നത് അത് അവിടെ നിന്നേ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് തീരുന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നും വന്നുകൊണ്ടേയിരിക്കുന്നു. അത്രയ്ക്ക് ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും തിരക്കായിരുന്നു. പിന്നെ അവിടെ ഫുള്ള് നിറഞ്ഞു. അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിന് അമ്പലത്തിനകത്ത് ഗ്രൗണ്ട് കയറിയിട്ടും ഇവിടെ ഈ താലപ്പൊലി വിളക്ക് തീർന്നില്ല. അങ്ങനെ ആ ഒരു തിരക്ക് ആയപ്പോഴത്തേക്ക് ഭയങ്കര ആൾക്കൂട്ടവും ഇതൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കൊച്ചിനെ കൊണ്ട് ഞാൻ പതുക്കെ അങ്ങ് മാറാൻ തീരുമാനിച്ചു കേട്ടോ. ഇവിടെ എത്രയും പറഞ്ഞാൽ നിൽക്കുന്നേ എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് മാറാമെന്ന് വിചാരിച്ചു. ഈ സമയം വാവച്ചിയെ നമ്മൾ വേറെ എടുത്ത് സേഫ്റ്റി ആയിട്ട് നിർത്തിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് സീറ്റിന് വേണ്ടി ഒരാളിരിക്കണമല്ലോ, അതുകൊണ്ട് വാവച്ചി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ വന്ന് താലപ്പൊലിയും വിളക്കുമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പാവ അങ്ങനെ അവിടെ തന്നെ ഇരുന്നു. നമ്മളിങ്ങനെ വന്ന് കുറേയൊക്കെ കണ്ടു കേട്ടോ. കുറേ നേരം ഞാനൊന്ന് കണ്ടിട്ട് എന്താ പിന്നെ അപ്പം ഇതൊക്കെ കഴിഞ്ഞാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആനയെ കൊണ്ട് കളച്ചതിന് ശേഷം മാത്രം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എപ്പോഴും നല്ലൊരു ക്രമത്തിലും നല്ല നീറ്റായിരിക്കും കേട്ടോ. എല്ലാ കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ വെക്കുകയാണ്.
പ്രോഗ്രാം ഒക്കെ അവർ കറക്റ്റ് പറയുന്ന സമയത്ത് മാക്സിമം തന്നെ മാക്സിമം ഇവിടെ അത് സാധാരണയിൽ എനിക്ക് തോന്നുന്നു എണ്ണിയാൽ ഒതുങ്ങുന്ന ക്ഷേത്രങ്ങളിലൊന്നായിരിക്കും. നമ്മൾ ആ പറയുന്ന ആ കറക്റ്റ് ടൈമിൽ തന്നെ പ്രോഗ്രാം തുടങ്ങണം എന്നൊരു നിർബന്ധമുള്ള ഒരു കമ്മിറ്റി, ഒരു ക്ഷേത്ര കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ക്ഷേത്രം. സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ സാധാരണ നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പോൾ 9 മണിക്ക് പറയുകയാണെങ്കിൽ 12 മണിക്കായിരിക്കും പരിപാടി തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 9 മണിയെന്ന് പറഞ്ഞാൽ കറക്റ്റ് 9 മണിക്ക് ഇവിടെ പരിപാടി തുടങ്ങിയിരിക്കും. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പറഞ്ഞു പോയി 9 മണിയല്ലേ 10 മണിയെങ്കിലും ആവുമെന്ന്. പക്ഷെ കല്ല കേട്ടോ, കറക്റ്റ് സമയമാണ് അവർക്ക്. 5 മിനിറ്റ് നേരത്തെ തുടങ്ങുമെങ്കിൽ അത്ര നേരത്തെ അതെ, 5 മിനിറ്റ് തുടങ്ങുമെങ്കിൽ നേരത്തെ തുടങ്ങാമെന്നാണ്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ താമസിച്ചാൽ അവരൊന്നും പറയത്തില്ല. പക്ഷേ ഇന്നും അങ്ങനെ തന്നെ. അവിടെ 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് 10 മണിക്ക് തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ ദീപക്കാഴ്ച ഉണ്ടായിരുന്നു. അത് ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതാണെങ്കിലും വേറെ ലെവലാണല്ലോ. അതങ്ങനെയാണല്ലോ പുളിമാത്ത് അമ്പലം. ഇതങ്ങനെയാണ്. അത് വരുമ്പോ നമുക്ക് വേറെ സന്തോഷവും സങ്കടവും എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. ശരിക്കും മിസ് ചെയ്യുന്നു കേട്ടോ ഇവിടത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ. നമ്മുടെ പുളിമാത്ത് ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മിക്സ് സത്യത്തിൽ കഴിഞ്ഞ ഒരു വർഷമാണ് ഞങ്ങൾ ശരിക്കും അവിടെ ഉത്സവത്തിന് കൊണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ മാറി കേട്ടോ, ഇങ്ങോട്ട് മാറിയപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു കച്ചവടം ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ആ ഒരു കച്ചവടം കൊണ്ട്, അതായത് കുളത്തിൻ്റെ ചുറ്റായി പണ്ടും ഉള്ളതാണ് കേട്ടോ ഇങ്ങനെ കച്ചവടം. നേരെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എഴുന്നള്ളത്ത് അമ്പലത്തിൽ എത്താറായിരുന്നു. അപ്പോൾ അങ്ങനെ ആ എഴുന്നള്ളത്തും കൂടെ ഒന്ന് വീട് ചെറുതായിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ എഴുന്നള്ളത്തെടുത്തു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉള്ള തിരക്ക് കണ്ടോ. നമ്മുടെ എഴുന്നള്ളത്ത്, ദേവിയുടെ എഴുന്നള്ളത്തെ കാണാൻ വേണ്ടി നിൽക്കുന്ന ജനങ്ങളാണ്. അല്ലെങ്കിൽ എഴുന്നള്ളത്ത് അത് ദേവിയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി, നേരിട്ട് വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന, മുൻപിൽ ഏറ്റവും അടുത്ത് മുൻവശത്ത് നിൽക്കണമെന്ന് നിർബന്ധത്തോടുകൂടി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. അത് എന്താ, അതെ, ഭക്തജനങ്ങൾ. ആന വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ പുളിമാത്ത ഭഗവതി ക്ഷേത്രം എന്നുള്ള പേരൊക്കെ മറ്റേ അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് കണ്ടല്ലോ, നമ്മളിത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ബാക്കിലോട്ട് കണ്ടോ ആളെ നിൽക്കുന്നു. അതിന് അത്രയ്ക്ക് തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്ക്. അപ്പോൾ നേരെ നമ്മളിത് എല്ലാ കൊല്ലം ചെയ്യുന്നതാണ് കേട്ടോ. പൂ കൊണ്ട് ഇവിടെ നമ്മൾ ദേവിയുടെ ഇത് എഴുതി വയ്ക്കും. പുഷ്പം കൊണ്ടാണ് ഇവിടെ എഴുതുന്നത്. ഹാരത്തിൽ കൂടെയാണ് അവർ എഴുതുന്നത്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്താണ്, ഭദ്രകാളി നമ. അത് കഴിഞ്ഞ കൊല്ലം വേറെ എന്തുവാണ്, ഇത് തന്നെയായിരുന്നു എന്തോ. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ എന്നെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പൂ കൊണ്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പൂ എറിയുന്നുണ്ടോ, നമ്മുടെ ദേവിയുടെ എത്തി അങ്ങനെ ജമന്തിപ്പൂ എറിയുകയാണ്. ദേവിക്ക് പുഷ്പാഭിഷേകം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇതൊന്ന് കണ്ടുകൊണ്ട് നിന്നാണ് ഇതാ നമ്മുടെ ആശാൻ, നമ്മുടെ ആന, അടിപൊളി ആനയായിരുന്നു. ആന എത്തിയിട്ടുണ്ട്. നമ്മുടെ എഴുന്നള്ളത്ത് അമ്പലത്തിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നേരെ അകത്ത് കയറി, അമ്പലത്തിനകത്ത് കയറാൻ പറ്റും കേട്ടോ. ഇവിടെ നമ്മൾ ആനയ്ക്കൊക്കെ അകത്ത് കയറാൻ പറ്റും. ആ രീതിക്ക് തന്നെയാണ് അവർ നമ്മുടെ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരെ അത് കഴിഞ്ഞിട്ട് അമ്പലം ഗ്രൗണ്ടിനകത്ത് കയറാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ സൈഡിൽ കാണുന്നുണ്ടോ, ഇത് നമ്മളവിടുത്തെ വീഡിയോ പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ വഴിയൊന്ന് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നമ്മുടെ വീട്ടിലോട്ടുള്ള പഴയ വഴി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ഇതിലേ കൂടെയാണ് ഇറങ്ങി വരുന്നത്. ഇതിൽ ഇറങ്ങി വന്ന്, അതെ, നമ്മൾ ഇതിലേ വന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ കാണുന്നത് അമ്പലമാണ്. ഇട സൈഡിൽ കാണുന്നത് ഗേറ്റുമാണ്. അത് കഴിഞ്ഞപ്പോൾ നേരെ ദീപക്കാഴ്ച തുടങ്ങി കേട്ടോ. ഇവിടെ ദീപക്കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലായിരുന്നു. അതെ, 2 ടീമുകളുടെ ദീപക്കാഴ്ചയായിരുന്നു. ദേവി ഭക്തരും ഉണ്ടായിരുന്നു. ദേവി ഭക്തര്, നമ്മുടെ പുളിമാത്ത് ദേവി ഭക്തരും ഉണ്ടായിരുന്നു. അതൊരു ടീം. രണ്ടാമത്തെ ഇത് പിന്നെ വരണുള്ളത് മധു കൊട്ടാരക്കര. എന്തോ അങ്ങനെ ഒരു ആളുടെ ഇതായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അത് കൊള്ളാം, അടിപൊളിയായിരുന്നു. അവരുടെ ആ ഒരു എന്താണ് എൻ്റെ അടുത്തുള്ള നേർച്ചയായിട്ട് അടിപൊളിയായിരുന്നു. കാണാൻ സൂപ്പർ. എനിക്കും രണ്ടാമത്തുള്ളതാണ്. ഇതാണ് ഈ രണ്ടാമതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സൂപ്പർ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആള് നമ്മുടെ കാട്ടാക്കടയുള്ളത്, അത് അതാണ് ഈ രണ്ടാമത് കിടന്നത് അല്ലേ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ താരം ആരാണത്,
ദുർഗാ വിശ്വനാഥിന്റെ ഗാനമേള, ജോസ്കോയുടെ ഗാനമേളയാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ ഗാനമേളയാണ്. ഈ ഗാനമേള നമ്മൾ നിങ്ങൾക്ക് മിക്കവാറും ഉറപ്പായിട്ടും വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. കുറച്ച് നമ്മളെ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ അത് അടിപൊളി, അതെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. മൊത്തത്തിലൊന്നും ഇടാൻ പറ്റത്തില്ല, എന്നാലും നമ്മളൊരു പറ്റുന്ന രീതിയിലൊരു വീഡിയോ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും. അതിനിപ്പോൾ നമ്മൾ ഏത് പ്രോഗ്രാം കാണാൻ പോയാലും നമ്മളെ കൂട്ടുകാർക്കായിട്ട് നമ്മൾ കുറച്ചൊക്കെ ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.